ട്രിപ്പിൾ ഓം ശാന്തി. രാജാക്കന്മാര് ചെയ്ത കുറെ തെറ്റുകൾ. രാജാക്കന്മാർ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു? രാജാക്കന്മാര് തെറ്റുകൾ ചെയ്തത് മുഴുവൻ ദ്വാപര യുഗത്തിൽ. ഈ ദ്വാപര യുഗം എന്ന് പറഞ്ഞാല് സത്യയുഗം ത്രേതായുഗം കഴിഞ്ഞിട്ടുള്ള യുഗം. ഈ സത്യയുഗം ത്രേതായുഗം കഴിഞ്ഞിട്ടുള്ള യുഗത്തില് രാജാക്കന്മാര് കാമവികാരത്തില് വാമമാർഗത്തിലേക്ക് പോയി. പിന്നെയോ ക്രോധ വികാരത്തില് പോയി. പിന്നെയോ ലോഭം, അഹങ്കാരം, മോഹം, ഈ 5 വികാരത്തിലേക്കും പോയി. അതാണ് വാമമാർഗം പറഞ്ഞത്. ഈ വാമമാർഗത്തിലേക്ക് ഈ ലവന്മാര് പോയതോട് കൂടിയിട്ട്, അത് രാജാക്കന്മാര് പോയതോട് കൂടിയിട്ട് ആരൊക്കെയാണ് 33 കോടിയിലുള്ളവരാണ് പോണത്. അതൊക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ളവർ എങ്ങനെ ജന്മം എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവരെ അധ്വാനിച്ച് വീണ്ടും പണം ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ ഓൾറെഡി വാമമാർഗത്തിൽ പോകാൻ വേണ്ട സമ്പത്തുണ്ട്. രാജാക്കന്മാരുടെ കയ്യിലുണ്ട്, ശ്രീകൃഷ്ണന്റെ കയ്യിലുണ്ട്, ശ്രീരാമന്റെ കയ്യിലുണ്ട്, ലക്ഷ്മി നാരായണന്മാരുടെ കയ്യിലുണ്ട്. ഇവര് നേരെ അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് വെച്ചെന്നുള്ളൂ. ഏത്? നമ്മളെ സത്യയുഗം ത്രേതായുഗം നശിപ്പിച്ചിട്ട് നേരെ അടുത്ത സ്റ്റെപ്പ് വെച്ചെന്നുള്ളൂ. നശിപ്പിച്ചിട്ടല്ല, അവരടുത്ത സ്റ്റെപ്പ് വെക്കുന്നതോട് കൂടിയിട്ട് സത്യയുഗം ത്രേതായുഗം നശിക്കുന്നു. അതായത് മൺമറഞ്ഞു പോകുന്നു. ഇതാണ് ശരിക്കും സംഭവം. അവര് പിന്നീട് നേരെ വികാരങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ആ വികാരങ്ങളിലേക്ക് പോയതോട് കൂടിയിട്ട് എന്തുണ്ടായി? അവസാനം വരുന്നവനെ സംബന്ധിച്ച്, അതായത് എന്താ പറയാ, ഈ ത്രേതായുഗത്തിന് അവസാനം വരുന്നതിനെ സംബന്ധിച്ച് വലിയ അന്തം കൊണ്ടൊന്നുമില്ല. അവര് കാണുന്നത് ഇത് നേരെ ഒരു ജന്മം കുറച്ച് ഒരു ജന്മം കുറച്ച് പവിത്രമൊക്കെ ആയിട്ട് ജീവിച്ച് പിന്നെ നേരെ എന്ത് ചെയ്യണം? വികാരത്തിലേക്ക് പോകണം. ഇതാണ് ഈ ത്രേതായുഗത്തിന് അവസാനം വരുന്ന ജന്മത്തിലുള്ള ഒരു കാണുന്നത്. അത് കോടിക്കണക്കിന് ജനങ്ങളാട്ടോ. അത് കോടിക്കണക്കിനാണ്. അതാണ് 33 കോടിയിൽ ഏറ്റവും കൂടുതൽ കോടി ഉണ്ടാവുക ഈ ത്രേതായുഗത്തിന്റെ അവസാനമാണ്. അവസാനത്തിൽ എല്ലാവർക്കും കുട്ടികൾ വേണ്ടേ? ത്രേതായുഗത്തിന്റെ അവസാനത്തില് എത്ര കോടി ഉണ്ടാവും അറിയോ? ഏത് ഒറ്റ ജന്മം? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ അതിന്റെ കണക്കെടുത്തില്ല. പക്ഷെ കണക്കൊക്കെ ഇവിടെ ഉണ്ട്, ബ്രഹ്മകുമാരീസിലെ പുസ്തകങ്ങളിലുണ്ട്. അത് കൃത്യമായിട്ട് പൂർത്തി വച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയും പേരാണ് നമ്മുടെ ത്രേതായുഗത്തിൽ അവസാനം വരെ. അത് കോടികളാണ്. ബാക്കി ഇവിടെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. 9 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചാണ്. 9 ലക്ഷത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരെല്ലാവരും ഉത്തമല്ല, എല്ലാവരും മധ്യമല്ല, എല്ലാവരും കനിഷ്ഠല്ല. അപ്പോൾ കനിഷ്ഠത്തിൽ കുറച്ച് കൂടുതൽ പേരുണ്ടാവും, ബാക്കി മധ്യമത്തില് കുറച്ച് പേരുണ്ടാവും, അതിനേക്കാളും വളരെ കുറച്ച് പേര് ഉത്തമത്തിലുണ്ടാവുള്ളൂ. അപ്പൊ ഉത്തമത്തിലുള്ളത് 1, 2, 3 അല്ല, 108, 16,108, 16,108 മാത്രം കണക്കാക്കിയാൽ മതി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 ലക്ഷത്തിൽ ഉത്തമം ഉണ്ടാവുള്ളൂ. ശ്രീകൃഷ്ണനും ശ്രീരാധയും കൂടെയുള്ള ആ രാജധാനിയിൽ അതിനോട് ചേർന്ന് പോകുന്നത്, അതാണ് രാജകുടുംബത്തിൽ ഉണ്ടാവുക. 16,108 കൂട്ടിക്കോ. ബാക്കിയുള്ളവരില്ലേ 9 ലക്ഷത്തിൽ ബാക്കിയുള്ളവർ, അതൊക്കെ പ്രജ, ദാസകുടുംബം, ഇത്ര അത് ആ ഒരു ലെവലിലേക്കാണ് ഇതൊക്കെ പോകും.